ഇത് നമ്മുടെ വീടിൻ്റെ സ്റ്റോർ റൂം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ചാർത്തായിട്ട് എടുത്തേക്കണയാണ്. അത്യാവശ്യം ഇവിടെ നിന്ന് മീനൊക്കെ വെട്ടാനും എല്ലാം സുഖമാണല്ലോ. അപ്പോൾ 2 ഗ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രയോജനമില്ല. ഇത് പണിത ആൾക്കാർ നല്ല രീതിയിൽ പണിതില്ല. അതുകൊണ്ട് താഴത്തോടി പാമ്പിനോ പൂച്ചക്കൊക്കെ കയറാം. ഏതായാലും ഞാനത് എപ്പോഴും തുറന്നൊന്നും ഇടാറില്ല. അടച്ച് തന്നെ ഇടുകയുള്ളൂ. ഈ പച്ചയും കാടൊക്കെയല്ലേ. അപ്പോൾ ഈ തോടൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ കയറിയൊക്കെ വന്നിട്ട് അതൊരു ഇത് വേണ്ടല്ലോ എന്ന് ഓർത്താണ് അടച്ചൊക്കെ ഇടാറ്. പിന്നെ ഞാൻ വീട്ടിലെ എപ്പോഴും ഒതുക്കി പെറുക്കിയൊക്കെ ഇരിക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും അകമൊക്കെ ക്ലീൻ ആക്കുമ്പോൾ അവിടെ നിന്ന് വാരി വലിച്ചൊക്കെ ഇപ്പുറത്തേക്ക് ഇടും കേട്ടോ. അത് കഴിഞ്ഞ് സൗകര്യം അനുസരിച്ചാണ് ഇപ്പുറത്തൊക്കെ ഒതുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെടിപ്പൊന്നും ഇല്ലാണ്ടൊക്കെ കിടക്കണമായിരുന്നു. ഇപ്പോൾ വെടിപ്പോട് കൂടി ഇട്ടാൽ തന്നെയാണെങ്കിലും പാമ്പ് തവള വരുമ്പോൾ അതും കയറി വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഞാൻ മീൻ വെട്ടുമ്പോൾ ഒരു വലിയ ഒരു ഇതിനേക്കാളും വലിയൊരു പാമ്പായിരുന്നു വന്ന് കിടന്നേച്ചത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തുടങ്ങി പേടിയായിട്ടാണ് ഞാൻ ഗ്രില്ലൊക്കെ അങ്ങനെ ഇടൂലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയോ ഒരു തവള കയറിയപ്പോൾ നമ്മുടെ നീർക്കോലി ചേട്ടനുണ്ടല്ലോ മാക്രീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. നമ്മുടെ ഒരു തോടുണ്ടായിരുന്നു മീനൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞൊക്കെ ഇട്ടൊരു JCB കൊണ്ടുവന്ന് തിരഞ്ഞൊക്കെ ഇട്ടതാണ്. അപ്പോൾ അത്യാവശ്യം മണ്ണിടിച്ചിൽ കാരണം പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. എന്നാലും നമ്മൾ മീനൊക്കെ മേടിച്ചിട്ടപ്പോൾ അതിൽ ഒത്തിരി മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ മീനുണ്ടായിരുന്നു. മഴയൊക്കെ വരുമ്പോൾ അത്യാവശ്യം വെള്ളം പൊങ്ങുമ്പോൾ മീനൊക്കെ ചാടി ബ്രാലാണെങ്കിലും എല്ലാം ഇങ്ങനെ ചാടി പോകും. അപ്പോൾ നമ്മൾ പിടിക്കാറൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഉപകാരം ഇല്ലാണ്ടൊക്കെ പണിതിട്ടേക്കണേല്ലേ, നമുക്കത് ഏതായാലും നികത്തി കളയാം, അത്ര സ്ഥലത്ത് വല്ല ഇഞ്ചിയെങ്കിലും നടാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം തോട്ടിലേക്ക് കുറേ വേസ്റ്റായ സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നികന്നു കേട്ടോ. അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ നീർക്കോലി ചേട്ടൻ നമ്മുടെ മാക്രീനെ പിടിക്കാൻ വന്നതെന്ന് പറഞ്ഞത് ഇവർക്കിപ്പോൾ മീനൊന്നും കിട്ടുന്നില്ലല്ലോ. ഇവരുടെ അമ്മുമ്മയുടെ കാലത്തായിരുന്നു നമ്മൾ തോട് തിരഞ്ഞിട്ടത്. അപ്പോൾ എന്താ പരിപാടി എന്നറിയാമോ, ഈ അമ്മുമ്മയൊക്കെ ഈർക്കിൽ പോലെ വരും, എന്നിട്ട് ഈ മീനെയൊക്കെ തിന്നിട്ട് ചൂലും കെട്ട് പോലെയാണ് പോകുന്നത്. അപ്പോൾ ഇവറ്റകൾക്കൊന്നും കിട്ടുന്നില്ല, അവിടെ ഏതായാലും മീനൊന്നുമില്ല. അപ്പോൾ ഇവർ മാക്രീനെയൊക്കെ നോക്കി വരുമ്പോൾ മാക്രി എന്താ ചെയ്തതെന്നറിയാമോ, ഏതായാലും പുല്ലിലും കാട്ടിലും ഒക്കെ ഇരുന്നാലല്ലേ എന്നെ കോലപ്പം പിടിക്കാൻ വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നുണ്ടല്ലോ കൊട്ടാരത്തിൽ പോയിരിക്കാമെന്നും പറഞ്ഞ് വന്നതാണേ. അപ്പം ഇത് കണ്ടുപിടിച്ചിട്ട് പിടിക്കാനായിട്ട് വന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ചുറ്റും എല്ലാം അവിടെ നടന്ന് നോക്കി. ഞാൻ ഇതിൻ്റെ സൗണ്ട് അനുസരിച്ച് വന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ അടിയിലാണ് ഇരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പേടിയായി, ആരും ഇല്ലല്ലോ. എങ്കിലും എനിക്കത് കുട്ടപ്പാമ്പാണെന്ന് മനസ്സിലായി. ഞാൻ വേഗം തന്നെ എന്ത് ചെയ്യും, കുറച്ച് സമയമൊക്കെ നിന്ന് തവളേനെ അത് വിഴുങ്ങിയിരിക്കണേരുന്നേ. തവള എന്ത് ചെയ്തെന്നറിയാമോ, ഞാനൊരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ പാമ്പ് പേടിച്ചിട്ട് തവളേനെ വിട്ട്, എന്നിട്ട് അത് ഓടി രക്ഷപ്പെടുന്നതാണ്. ഇതാണ് പരിപാടി.